ഇന്നുണ്ടാക്കുന്നത് ഒരു അച്ചപ്പമാണ്. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അച്ചപ്പം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ നേരത്തെ അരിയൊന്ന് പൊടിക്കുന്ന പാത്രത്തിൽ പൊടിച്ചായിരുന്നു. നമുക്ക് ഈ അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള ആ പൊടിയാണ് വേണ്ടിയത്. അപ്പം ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ അകത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൊടിച്ചിട്ട് അരിച്ചെടുക്കാം. നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കണം വേണ്ടിയത്. ഇതിപ്പോൾ ഒരു കപ്പ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒത്തിരി മധുരം ഞാൻ എടുക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സിയിലാണ് ഞാനത് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്ക് ഈ അടിച്ച ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്. ഞാനിവിടെ ഒരു തേങ്ങ അങ്ങ് എടുത്തിട്ട് അത് ഒരിച്ചിരി ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തു. കാരണം നമുക്ക് കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടിയത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത്, ഇത് 1 കപ്പുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചതൊന്ന് കലക്കാം. അപ്പോൾ 1 കപ്പ് തന്നെ ഒഴിക്കണമെന്നില്ല. നമ്മൾ കലക്കുന്ന മാവ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പലരുടെയും അരിയിലും പൊടിയിലൊക്കെ വ്യത്യാസം വരുവേ. ഇത് നമുക്ക് അരി അരച്ചും ഉണ്ടാക്കാം. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, അരി അരയ്ക്കുമ്പം ലൂസായി പോയാലോ അങ്ങനെ കാണാവുമെന്നും പറഞ്ഞ് ഞാൻ പൊടിയെടുത്തതാണ്. ഞാൻ അവിടെ ഈ സമയം കൊണ്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം എള്ള്, അച്ച് എപ്പോഴും നല്ല ചൂടായിരിക്കണം നമ്മൾ മാവിൽ മുക്കുമ്പം. എന്നിട്ട് ഈ മുക്കാലോളം ഈ അച്ച് ഇതിൽ മാവിൽ മുങ്ങിയിരിക്കണം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഈ എണ്ണയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കണം. ഒരു സെക്കൻഡ്, 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും, 1 മിനിറ്റിന് അത്രയും വേണ്ട, ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുമ്പം അത് അച്ചിൽ നിന്ന് വിട്ട് വരും. ആ വിട്ട് വരുന്ന ഉടനെ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് വലിയ പാത്രമാണെങ്കിൽ 1-2 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് അച്ചൊന്ന് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് വയ്ക്കാനൊക്കത്തില്ല. അതുപോലെ ഈ അച്ച് ചെറിയ അച്ച, അതുകൊണ്ട് അച്ചപ്പത്തിൻ്റെ ആ ഹോളുകൾ കാണുമ്പോൾ അറിയാം, ഒത്തിരി അങ്ങ് വലുതല്ല അതിൻ്റെ ആ കുഴുത്ത. അതുപോലെ അച്ച എപ്പോഴും ചൂടായിരിക്കണം. പിന്നെ തീയൊക്കെ നിങ്ങളൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കാം കേട്ടോ. അങ്ങ് ഹൈ ഫ്ലെയിമിലാക്കി അച്ചപ്പം കരിച്ചെടുക്കരുത്. അപ്പം ഞാൻ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും അച്ച് നന്നായിട്ട്, ഇപ്പം എന്താണ്ട് അച്ച് ഇതിൽ ഇടാൻ സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കയ്യിലിങ്ങി പിടിച്ചതാണ്. പക്ഷേ മാവിൽ നമ്മൾ മുക്കുന്നുണ്ട് ഇതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് അച്ച് നന്നായിട്ട് പഴുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ച് നമ്മൾ ഓരോ പ്രാവശ്യം മുക്കുമ്പോഴും ആ ചൂട് കൊണ്ട് മാവ് ചിലപ്പം കട്ടിയാവും. അതുകൊണ്ട് എപ്പം അടുത്തത് ഓരോന്ന് പുതിയ അച്ച് മുക്കുമ്പോഴും മാവ് ഒന്ന് കലക്കിയതിന് ശേഷം അച്ച് മുക്കണേ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ചപ്പം നമ്മൾ പാത്രത്തിലെടുത്ത് വെക്കുമ്പം ദാണ്ട് ഇതുപോലെ വെക്കാവൂ, അല്ലാതെ കമത്തി ഇടരുത്. അങ്ങനെയാണെങ്കിൽ അച്ചപ്പത്തിൽ എണ്ണ കയറും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലാസ്റ്റ് ആകുമ്പോൾ മാവ് കുറയുന്നതനുസരിച്ച് നമ്മുടെ അച്ച് മുങ്ങണം. അതുകൊണ്ട് വലിയ പരന്ന പാത്രത്തിലെങ്ങാനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് പിന്നെ ലാസ്റ്റിലൊക്കെ ആകുമ്പം വേറൊരു കൊച്ചു പാത്രത്തിലാക്കണം. കാരണം ഈ അച്ച് മുക്കാലോളം മാവിൽ മുങ്ങണ്ടേ, അതുകൊണ്ട്. ലാസ്റ്റിലത്തെ മാവ് ഞാനിങ്ങനെ ഒരു കിഴുത്ത നമ്മുടെ തവിക്കകത്ത് ഒഴിച്ച് ബൂന്തി പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാരണം അച്ച് മുങ്ങാനില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ വറുത്തിങ്ങെടുത്ത്. അപ്പം നമ്മുടെ അച്ചപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണയുടെ ഒന്ന് ശ്രദ്ധിക്കണേ, ചിലപ്പോൾ എണ്ണ ഒത്തിരി അങ്ങ് തീയായിട്ടിരിക്കുകയാണെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ നല്ല ക്രിസ്പിയായ അച്ചപ്പമായിരുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.